dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ഇൻ എ സിംഗിൾ ഷോർട്ട് റിവിഷൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുക? നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻസ് യൂണിസെക്ഷൽ ആണ്. വി ഹാവ് എ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡി. അപ്പോൾ എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്? വിച്ച് ആർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്? ആൻഡ് ഹൗ ഡു ദ മെയിൽ പ്രൊഡ്യൂസ് ഗാമേറ്റ് ആൻഡ് ഹൗ ഡു ദ ഫീമെയിൽ പ്രൊഡ്യൂസ് ഗാമേറ്റ്? Gametogenesis. And after gamete is produced, namakariam, male has to transfer the gametes into the female body, which is insemination. And after insemination, the sperm, which is a male gamete, has to fertilize the female gamete ovum inside the fallopian tube. Appo enganeyanu ee internal fertilization nadakka? And finally, after fertilization, this zygote will undergo division and finally gets implanted into the uterus. ഈ യൂട്രസിലിരുന്ന് ഇറ്റ് വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ് വിച്ച് ഇസ് കോൾഡ് എസ് ഗെസ്റ്റേഷണൽ പീരീഡ്. ആൻഡ് ഫൈനലി ആഫ്റ്റർ 9 months 9 days of gestational period, when the fetus is fully developed, it will undergo parturition or baby birth. And after birth, നമ്മൾ mammals ആണ്, we will nourish the baby with the help of female mammary gland, that is lactation. അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഫസ്റ്റ് പാർട്ട് വിച്ച് ഇസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഓഫ് കോഴ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മൾ ഫീമെയിൽ ആകട്ടെ മെയിൽ ആകട്ടെ, വെൻ യു കമ്പയർ അബൌട്ട് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, വി ജനറലി സേ ദാറ്റ് വി ഹാവ് 3 parts ഇൻ ഇറ്റ്. ഒരു പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട് വിച്ച് ഇസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദ ഗാമേറ്റ് ആൻഡ് ദി ഹോർമോൺ. മെയിൽസിൽ അത് ടെസ്റ്റിസ് ആണ്. ആൻഡ് ദെൻ from the place where the gamete is produced, it has to get transferred to outside, alle? So it has to travel through many ducts. ഇതിനെയാണ് നമ്മൾ accessory ducts എന്ന് പറയുക. And when the accessory ducts are taking these sperm, they are again nourished with the help of several secretions from different glands. ഇവരെ നമ്മൾ accessory glanduകൾ എന്ന് പറയുന്നു. And finally, they come out from the male body or female body. There is external gynecia where insemination happens. അപ്പോൾ നമുക്ക് മെയിൽ ബോഡിയിലെ ഈ സ്ട്രക്ചറുകളെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം തന്നെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ടെസ്റ്റിസ്. ഇഫ് യു സീ ടെസ്റ്റിസ് വിച്ച് ഇസ് എൻ ഓവൽ സ്ട്രക്ചർ അറൌണ്ട് ദ സൈസ് ഓഫ് 4 to 5 centimeter ലോങ്, 2 to 3 centimeter വിഡ്ത്ത്. ഇത് ട്യൂണിക്ക ആൽബുജിന എന്ന് പറഞ്ഞ വളരെ തിക്കായിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ വെച്ച് കവേർഡ് ആണ്. ആൻഡ് ഇഫ് യു സീ ദ ഇൻസൈഡ് ക്രോസ് സെക്ഷൻ, നമ്മൾ അതിനകത്ത് ഒരുപാട് 250 compartments ഓഫ് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസിനെ കാണാറുണ്ട്. And these testicular lobules inside which നമ്മൾ കാണുന്ന tubular structures ആണ് seminiferous tubules. And what is the relevance of seminiferous tubules? If you see the wall of the seminiferous tubule, ഇതിനകത്തായിട്ടാണ് നമ്മൾ male germ cells കാണുന്നത് which can form into the sperm. Also we will see some nourishing cells called as Sertoli cells on the wall. And finally, in between the seminiferous tubule, interstitial spaceലായിട്ട് നമ്മൾ ലെഡിക് സെൽ എന്ന് പറയുന്ന ഒരു സെല്ലിനെയും കാണും. ഈ 3 സെല്ലുകളുടെയും സവിശേഷത നോക്കിയാൽ മെയിൽ ജേം സെല്ലാണ് സ്പേം ആയി കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനവരെ സഹായിക്കുന്നതും നറിഷ് ചെയ്യുന്നതും സെർട്ടോളി സെൽസ് ആണ്. ആൻഡ് ലെഡിക് സെൽസ് ആണ് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾ ഹാപ്പനിങ് ഇൻസൈഡ് ദ ടെസ്റ്റസ്. ആൻഡ് ഫ്രം ദിസ് പർട്ടിക്കുലർ റീജിയൻ ഇവിടെ ഉണ്ടാവുന്ന ഹോർമോൺസ് ബ്ലഡ് സർക്കുലേഷൻ വഴി എൻ്റർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന സ്പേം passes through the different ducts in male and finally reach the external gynecia. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, ഏതെല്ലാമാണ് ഈ accessory ഡക്റ്റുകൾ? അപ്പോൾ ഈ ഡക്റ്റുകൾ പഠിക്കാനുള്ള കോഡ് നമ്മളൊരു 1 shot വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് വീപ്പിംഗ് വൈൽ വാച്ചിങ് എവഡഫോൺ എഗ്മാൻ അപ്പ് ദെയർ. ദാറ്റ് ഈസ് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഡയറക്ട്ലി ഇത് പോകുന്നത് റെറ്റി ടെസ്റ്റസ് എന്ന നെറ്റ്വർക്കിലേക്കാണ്, which goes to the vas efferentia. Finally it reaches the epididymis which forms around the testis. ഈ എപ്പിഡൈഡമിസ് നേരെ തുറക്കുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഡക്റ്റിലേക്കാണ്, വിച്ച് ഗോസ് ടു ദ ബാക്ക് പാർട്ട് ഓഫ് യൂറിനറി ബ്ലാഡർ. നിങ്ങൾ കാണുന്നത് ബാക്ക് പാർട്ട് ഓഫ് യൂറിനറി ബ്ലാഡർ ആണ്. ഇവിടെ വെച്ച് ദിസ് ടേക്ക് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾ. സെമിനൽ പ്ലാസ്മ സെക്രീറ്റ് ചെയ്യുന്ന സെമിനൽ വെസിക്കിൾ എന്നൊരു ഡക്റ്റ് എടുക്കുന്നു ആൻഡ് ഇറ്റ് ഫോംസ് ദ ഇജാക്കുലേറ്ററി ഡക്റ്റ്. ആൻഡ് ഫൈനലി ഇതെന്ത് ചെയ്യുന്നു, ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് നേരെ യൂറിത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു ഫ്രം ദ യൂറിനറി ബ്ലാഡർ ആൻഡ് ഇറ്റ് പാസസ് ത്രൂ ദ പെനിസ് ആൻഡ് ഓപ്പൺസ് ത്രൂ ദ യൂറിത്രൽ നിയാറ്റസ്. അപ്പോൾ ഇത്രയുമാണ് മെയിൽസിന്റെ accessory duct which helps in the transport of sperm from the testis, from the seminiferous tubules of the testis to the outside.
ഇനി ഇതിനിടയ്ക്ക് നമ്മൾ 3 ആക്സസറി ഗ്ലാൻസിനെയും കാണാറുണ്ട്. ആദ്യത്തെ ഒരെണ്ണം ശരിക്കും വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിന്റെ ബാക്കിൽ എത്തുമ്പോൾ കണക്ട് ചെയ്യുന്ന സെമിനൽ വെസിക്കിൾസ് ആണ്, വിച്ച് വിൽ പ്രൊഡ്യൂസ് a seminal plasma which is very rich in fructose. And then you have prostrate gland. 20 to 25% of the secretion വരുന്നത് ഈ സിംഗിൾ ഗ്ലാൻഡിൽ നിന്നാണ്. And this is a white milky liquidy secretion. And finally you have a bulbourethral gland just before the start of penis. ഈ bulbourethral gland otherwise called as Copper's gland ആണ് ലൂബ്രിക്കേഷന് വേണ്ടി മെയിൽസിനെ സഹായിക്കുക. And then you have the last part of this system which is external genitia. മെയിൽസിന്റെ കേസിൽ external genitia എന്ന് പറയുന്നത് പെനിസ് ആണെന്ന് നമുക്കറിയാം. And this penis is an erectile structure. Whenever the blood vasculature increases, this structure gets erected. And if you see the structure, you have a tip which is enlarged than the body. ഈ ടിപ്പിനെ നമ്മൾ glans penis എന്ന് പറയും. And it is covered by a skin called as prepuce or foreskin. സോ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞു. ആൻഡ് വൺ മോർ തിങ് ടു ആഡ് ഹിയർ, നമുക്കറിയാം മെയിൽസിന്റെ ടെസ്റ്റിസ് എന്ന് പറയുന്ന പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ശരിക്കും മെയിൽസിന്റെ അബ്ഡോമിനലല്ല ഇരിക്കുന്നത്. ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ കാവിറ്റി കോൾഡ് എസ് സ്കോട്ടം ആണ് ഇവരെ കാണുന്നത്. ബിക്കോസ് സ്കോട്ടം ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ 2 to 2.5 degrees Celsius നോർമൽ ദാൻ അവർ ബോഡി ടെമ്പറേച്ചർ, വിച്ച് ഈസ് റിക്വയർഡ് ഫോർ സ്പെമാറ്റോജെനസിസ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കഴിഞ്ഞു, നമ്മൾ സ്പെമാറ്റോജെനസിസ് നടക്കുന്ന സ്ഥലവും കണ്ടു. എവിടെയാണ് ഇപ്പോൾ സ്പെമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ ഇൻ മെയിൽ സംഭവിക്കുന്നത്? ഇറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾ അല്ലേ. സോ അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിലെ ശരിക്കും പറഞ്ഞാൽ പ്യൂബേർട്ടി ഒരു മെയിൽ അറ്റൈൻ ചെയ്യുമ്പോൾ മെയിൽസിൻ്റെ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും, which act on the anterior pituitary and cause the release of gonadotrophins which are FSH and LH. ഇതിലെ FSH S ഉണ്ട് which act on the Sertoli cells and start with the spermatogenesis process. ഈ സെർട്ടോളി സെൽ തന്നെ ആക്ടിവിൻ, ഇൻഹിബിൻ എന്ന 2 ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഇൻഹിബിൻ എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി FSH സെക്രീഷനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ LH ലുതാൻസിങ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത് ലെഡിക് സെൽസിലാണ്, വിച്ച് ഇസ് എ ഇൻറ്റസ്റ്റിഷ്യൽ സെൽ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ ഇഫ് ഇൻ ഹൈ എമൗണ്ട് ക്യാൻ ഓൾസോ ഹാവ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ബൈ വിച്ച് LH സെക്രീഷൻ ഈസ് സ്റ്റോപ്ഡ്. അപ്പോൾ ഇങ്ങനെ പ്യൂബേർട്ടിയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് വഴി സ്പെമാറ്റോജെനസിസ് ഹാപ്പൻസ് ഇൻ മെയിൽ. ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? നമുക്ക് ആദ്യമുള്ള സെല്ല് ആരാണെന്ന് നോക്കാം. വി ആർ ഹാവിങ് എ നോർമൽ മെയിൽ ജേം സെൽ കോൾഡ് എസ് സ്പെമാറ്റോഗോണിയ. ഇതൊരു നോർമൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ്. 2n ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ക്രോമസോം ഇൻ ഇറ്റ് വിച്ച് ഇസ് 46. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്? ഇറ്റ് അണ്ടർഗോ മൈറ്റോസിസ്. എന്നിട്ട് ഇത് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഫോംസ് ദ ഫസ്റ്റ് മെച്യൂർ സെൽസ് കോൾഡ് എസ് പ്രൈമറി സ്പെമാറ്റോസൈറ്റ്. എഗെയിൻ മൈറ്റോസിസ് ഒരു ഇക്വേഷണൽ ഡിവിഷൻ ആണ്. യു ഗെറ്റ് 46 ക്രോമസോം ഉള്ള പ്രൈമറി സ്പെമാറ്റോസൈറ്റ്. ആൻഡ് ദിസ് വിൽ സ്റ്റാർട്ട് അണ്ടർഗോയിങ് മിയോസിസ് 1 which is a reduction division. മിയോസിസ് 1 കഴിയുമ്പോഴത്തേക്കും നമുക്ക് 23 ക്രോമസോംസ് ഉള്ള 2 സെക്കൻഡറി സ്പെമാറ്റോസൈറ്റിന് ഒരു പ്രൈമറി സ്പെമാറ്റോസൈറ്റിൽ നിന്ന് കിട്ടി. ഈ സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് എന്ത് ചെയ്യും? ദേ വിൽ അഗെയിൻ അണ്ടർഗോ meiosis 2, complete the meiosis 1 and undergo meiosis 2. Meiosis 2 എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. സോ യു ഹാവ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ്ഡ് ബട്ട് ക്രോമസോം നമ്പർ റിമൈൻ ദ സെയിം വിച്ച് ഇസ് 23. പക്ഷേ ഒരു സെല്ലിൽ നിന്നും 2 എണ്ണം. അഥവാ ഇഫ് യു ആർ ഹാവിംഗ് 2 spermatocytes you will get 4 of the spermatids. And finally these spermatids undergo differentiation. അവർക്ക് ഒരു നമ്പർ ചേഞ്ചോ സെൽ ഡിവിഷനോ ഇല്ല, അവരുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യത്തേ ഉള്ളൂ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയോജെനസിസ് എന്ന് പറയുക. സ്പേം ജനിക്കുക, ജെനസിസ്, ആൻഡ് ദാറ്റ് ഈസ് ഫോമിങ് സ്പെമാറ്റോസോവ വിച്ച് ഈസ് ഓൾസോ ഹാവിംഗ് 23 ക്രോമസോം. സോ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ സ്പെമാറ്റോജെനസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇങ്ങനെ പറയാം: സ്പെമാറ്റോഗോണിയ അണ്ടർഗോ മൈറ്റോസിസ് ഫോം പ്രൈമറി സ്പെമാറ്റോസൈറ്റ്, വിച്ച് അണ്ടർഗോ മിയോസിസ് 1 ഫോം സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ്, വിച്ച് അണ്ടർഗോ മിയോസിസ് 2 ഫോം സ്പെമാറ്റിഡ്സ്, വിച്ച് അണ്ടർഗോ ഡിഫറൻസിയേഷൻ ഓർ സ്പെർമിയോജെനസിസ് ആൻഡ് ഫോംസ് സ്പെമാറ്റോസോവ. ഈ സ്പെമാറ്റോസോവയാണ് ശരിക്കും ഈ വാൾസ് ഓഫ് ദി സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ലൂമനിലേക്ക്, സെർട്ടോളി സെല്ലിൽ ഇരിക്കുന്ന ഈ സെല്ലുകളെ ലൂമനിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇജക്റ്റ് ഔട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് സ്പെർമിയേഷൻ.
ആൻഡ് വാട്ട് ഈസ് ഇജാക്കുലേഷൻ? സ്പെർമിയേഷൻ ശരിക്കും സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് നടക്കുന്ന കാര്യമാണെങ്കിൽ ഇജാക്കുലേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ സെമൻ ഈസ് റിലീസ് ഫ്രോം ദ പെനിസ്. അപ്പോൾ നമുക്കറിയാം സ്പേം ആസിഡ് അല്ല റിലീസ്ഡ് ആവുന്നത്. ഇവിടെ സ്പേം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മറ്റ് സെമിനൽ വെസിക്കിളിൻ്റെയും പ്രോസ്ട്രേറ്റിൻ്റെയും ബൾബോ യൂറിത്രലിൻ്റെയും സെക്രീഷൻസ് ആഡ് ചെയ്ത് സെമനായിട്ടാണ് ഇജാക്കുലേറ്റഡ് ആവുന്നത്. And if you say a single ejaculation, there is around 200 to 300 sperms, million sperms in it, and out of which, ഇപ്പോൾ നമ്മളൊരു മെയിൽ ഫെർട്ടൈൽ ആണെന്ന് പറയണമെങ്കിൽ out of this 200 to 300 million sperms, there should be around 60% of them which is having a normal shape, normal sperm shape. അതിൽ തന്നെ 40% normal motility വേണം. So let's check what is the structure of a normal sperm. സ്പേം ഒരു ഹൈലി മോട്ടൈൽ ആയിട്ടുള്ള ഒരു ഫ്ലജല്ലേറ്റഡ് സെല്ലാണ്. ഈ സെല്ല് നോക്കിയാൽ നമുക്കറിയാം ഇതിനാദ്യം കാണുക ഒരു ഹെഡ് പോർഷനാണ് വിച്ച് കണ്ടെയ്ൻസ് എൻ അക്രോസോമൽ ക്യാപ്പ്. ഇതിനകത്ത് ലൈറ്റിക് എൻസൈംസ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ. പിന്നെ നമ്മളൊരു ഡെൻസ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു ഹെഡ് റീജിയൻ കാണുന്നു. നേരെ താഴേക്ക് വരുമ്പോൾ നമ്മളൊരു നെക്ക് റീജിയൻ കാണുന്നുണ്ട്. ഇവിടെ ശരിക്കും നമ്മൾ കാണുന്നത് ഒരു പ്രോക്സിമൽ സെൻട്രിയോളിനെയും ഒരു ഡിസ്റ്റൽ സെൻട്രിയോൾ വിച്ച് എക്സ്റ്റെൻസ് ആസ് ആക്സിയൽ ഫിലമെന്റ് ആണ്. ആൻഡ് ഫൈനലി ഓൺ ദ മിഡിൽ പീസ് പാർട്ട് നമ്മളിവിടെ കാണുക ഈ സ്പേം ഒരു മോട്ടൈൽ സെൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊബിലിറ്റിയെ സഹായിക്കാൻ വേണ്ടി നിറയെ മൈറ്റോകോൺഡ്രിയാസ് ഈ ആക്സിയൽ ഫിലമെന്റിന് ചുറ്റുമായിട്ട് കാണുന്നുണ്ട് വിച്ച് ഫോംസ് എ നെബർക്കൺ ഷീത്ത്. And the last part is tail, which is the flagellated region which helps in movement of the sperm. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും സ്പെമാറ്റോജെനിസിസും സ്ട്രക്ചർ ഓഫ് സ്പേമും നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെ നമുക്കറിയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട്, അവിടെയും oogenesis നടക്കുന്നുണ്ട് ആൻഡ് ഹൗ ദ ഓവം ഈസ് ഫോം. സോ ലെറ്റ്സ് ചെക്ക്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ക്വൈറ്റ് സിമ്പിൾ ആണ്. നമുക്ക് അവിടെയുള്ള പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓവറിയാണ് വിച്ച് ഇസ് നോട്ട് ആക്ച്വലി അറ്റാച്ച്ഡ് ടു എനി പാർട്ട്. ഇതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിഗമെന്റ്സ് വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദ വാൾസ് ഓഫ് ദി യൂട്രസ്. ആൻഡ് ഓവറി ഇതിൽ നിന്നും വരുന്ന ഓവത്തിനെ കളക്ട് ചെയ്യാൻ പിന്നെ നമ്മൾ കാണുന്നത് ശരിക്കും ആക്സസറി ഡക്റ്റുകളാണ് വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ദ ഫിലോപ്പിയൻ ട്യൂബ്, ഗോസ് ടു ദ യൂട്രസ്, സെർവിക്സ് ആൻഡ് ഫൈനലി ടു ദ വജൈന. ഇത്രയുമാണ് ഫീമെയിൽ ആക്സസറി ഡക്ട്സ്. ഇതിൽ തന്നെ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് എടുത്താൽ ഇതിന് 3 റീജിയൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ റീജിയൻ ആണ് ഇൻഫെന്റിബുലം വിച്ച് കണ്ടെയ്ൻസ് ഫിംകർ ലൈക്ക് പ്രൊജക്ഷൻസ്. Then you have ampulla, the wider part where fertilization happens, and isthmus, the narrow junction which connects the oviduct to the uterus. And finally going to the uterus, in the topmost part in a fundus എന്ന് പറയും which is the region of maximum implantation. And if you see ഒരു uterine cavity ഉണ്ട് and then you have the thick wall of uterus. Actually, wall of uterus നോക്കിയാൽ you have an outer covering called as merimetrium, myometrium, the middle muscular part which is consisting of smooth muscles which go for contraction during pacturation, and you have the innermost layer which is called as endometrium. ഇതാണ് cyclic changes വഴി എന്ത് ചെയ്യുക mensuration സഹായിക്കുക. And the last part is external genesia. Male external genesia എന്ന് പറയുന്ന റീജിയനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന മേജർ പാർട്ട് ഒന്ന് വജൈനയാണ് വിച്ച് ഇസ് ഓപ്പണിംഗ് വെയർ ഇൻസെമിനേഷൻ ഹാപ്പൻസ്. ആൻഡ് ഫോർ എ ഫീമെയിൽ ഇത് സംടൈംസ് പാർഷ്യലി ക്ലോസ്ഡ് ആയിരിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹൈമൻ. പക്ഷെ ഹൈമൻ ഈസ് നെവർ എൻ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. ഫസ്റ്റ് ഇന്റർകോഴ്സസിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് റപ്ചേർഡ് ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ഗെറ്റ് റപ്ചേർഡ് ഈവൻ വിത്തൗട്ട് ദാറ്റ്. ആൻഡ് ഈ ഹൈമിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ കാണുന്ന 2 ലിപ് ലൈക്ക് ഫോൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ലേബിയ മേജോറ, ദ സെക്കൻഡ് ഇസ് ലേബിയ മൈനോറ. And on the upper junction of labia minora, നമ്മളൊരു triangular structure കാണും which is the erectile tissue of a female almost similar to penis. ഇതിനെയാണ് നമ്മൾ clitoris എന്ന് പറയുക. And all of this is covered externally by a structure called as mons pubis. ഇവിടെ ആയിരിക്കും നമ്മൾ hairy growth ഒക്കെ കാണുക. So this is a female external genesia. And finally going to the glands in female. നമ്മൾ ശരിക്കും വജൈനയുടെ വാൾസിനടുത്തായി ബർത്തോളിൻ എന്ന് പറയുന്ന ഒരു ലൂബ്രിക്കേറ്റിംഗ് ഗ്ലാൻഡിനെ കാണാറുണ്ട്. ബട്ട് ദ മേജർ ഗ്ലാൻഡ് ഇൻ ഫീമെയിൽ ഈസ് മാമറി ഗ്ലാൻഡ്. ഇതാണല്ലോ കുട്ടീനെ നറിഷ് ചെയ്യാൻ സഹായിക്കുക. സോ ഇഫ് യു സീ ദ മാമറി ഗ്ലാൻഡ്, ആക്ച്വലി മാമറി ഗ്ലാൻഡ് ഈസ് മെയ്ഡ് ഓഫ് ഫാറ്റി ടിഷ്യൂ ആൻഡ് ജസ്റ്റ് ദ ഗ്ലാൻഡുലാർ ടിഷ്യൂ. ഇതിൽ ഗ്ലാൻഡുലാർ ടിഷ്യൂ ബേസിക്കലി നമ്മൾ കുറേ ലൊബ്യൂൾസ് ആണ് കാണുന്നത്. മാമറി ലൊബ്യൂൾസ് 15 to 20 മാമറി ലൊബ്യൂൾസ്.
ആൻഡ് ദീസ് ലൊബ്യൂളിനുള്ളിലാണ് ആൽവിയോളാർ സെൽസ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് നൗ ദ പ്രൊഡ്യൂസ് മിൽക്ക് ഹാസ് ടു ഗോ ഔട്ട് ത്രൂ എ ഡക്ട്സ്. അപ്പോൾ ഈ ഡക്റ്റുകൾ ഏതാണ് കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഇതാണ് നമുക്ക് സ്ഥിരമായി നീറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ടു ഡു ആംല. ആദ്യമേ മാമറി ട്യൂബ്യൂൾ, പിന്നെ അത് ജോയിൻ ചെയ്ത് ഡക്ട്, പിന്നെ അത് ആംപുല ആവുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഓപ്പൺസ് ത്രൂ ലാക്ടിഫറസ് ഡക്ട് വിച്ച് ഇസ് ഓപ്പണിംഗ് ത്രൂ ദി നിപ്പിൾ റീജിയൻ. സോ ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൗ ഡു ദ ഫീമെയിൽ പ്രൊഡ്യൂസ് ദ ഓവം ഇൻ ദം. അപ്പോൾ നമ്മൾ നേരത്തെ മെയിലിൻ്റെ സ്പെമാറ്റോജെനിസിസ് പഠിച്ച അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഫീമെയിൽസിലും ഊജെനിസിസിൽ നടക്കുക. പക്ഷെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ സ്റ്റെപ്പുകൾ നോക്കാം. ഇവിടെയും ഊഗോണിയ ഉണ്ട്, വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ഓവറി. ദേ വിൽ അണ്ടർഗോ മൈറ്റോസിസ് ഫോം ദ പ്രൈമറി oocyte, which will undergo meiosis 1 form secondary oocyte, which will undergo meiosis 2 form the ovum or egg. സ്റ്റെപ്പുകൾ സെയിം ആണല്ലേ? പക്ഷെ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നമുക്ക് നടക്കുന്ന ഡിവിഷനിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഊഗോണിയം മൈറ്റോസിസ് നടന്ന് നമുക്ക് ഉണ്ടാക്കുന്ന പ്രൈമറി oocyte വരെയുള്ള സ്റ്റെപ്പ് പെർഫെക്റ്റ്ലി ഓക്കെ. ഇവിടെ 46 ക്രോമസോം, മൈറ്റോസിസ് കഴിഞ്ഞപ്പോൾ ഇവിടെയും 46 ക്രോമസോം. എന്നാൽ ആഫ്റ്റർ മിയോസിസ് ശരിക്കും നമുക്ക് 2 സെക്കൻഡറി oocyte അല്ല ഇവിടെ ഉണ്ടാവുന്നത്. ഒരു സെക്കൻഡറി oocyteും പിന്നെ ഉണ്ടാവുന്നത് ഒരു പോളാർ ബോഡിയാണ്, വിച്ച് ഇസ് ആക്ച്വലി നോട്ട് ദ സെയിം സൈസ്. ഇതൊരു വളരെ മൈന്യൂട്ടായ ക്രോമസോംസിനെ മാത്രം ക്യാരി ചെയ്യാനുള്ള സ്ട്രക്ചറാണ്, വിച്ച് വിൽ ഡീജനറേറ്റ്. ഈ സെക്കൻഡറി oocyte അതുപോലെ തന്നെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുന്ന സെല്ലിനെ ആക്ച്വലി നമ്മൾ വിളിക്കുന്നത് എന്താണ്? നമ്മൾ അതിനെ ഓവം എന്നാണ് വിളിക്കുക. ആൻഡ് യു ഡോണ്ട് ഗെറ്റ് 2 ഓവം, നമുക്കൊരു സെക്കൻഡ് പോളാർ ബോഡിയും അവിടെ കിട്ടുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് എൻ ഇക്വേഷൻ. നമുക്ക് കറക്റ്റായിട്ട് ഈക്വൽ ആയിട്ടുള്ള 2 സെല്ലുകളെ അല്ല ഓരോ സ്റ്റേജിൽ നമുക്ക് കിട്ടുക. സോ എ സിംഗിൾ ഓവം ആക്ച്വലി ഈസ് ഗോയിങ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ ഓഗോണിയം. വേറാസ് പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 4 സ്പേംസിനെ കിട്ടും. ഒരു പ്രൈമറി സ്പെമാറ്റോസൈറ്റിൽ നിന്നും 4 സ്പെമാറ്റിഡ്സ് അല്ലെങ്കിൽ സ്പെമാറ്റോസോവനെ കിട്ടുമ്പോൾ ഒരു ഓവയിൽ നിന്നും, ശ്രദ്ധിക്കുക, ഒരു ഉഗോണിയയിൽ നിന്നും നമുക്ക് ഒരു ഓവമാണ് കിട്ടുന്നത്. ഇനി അടുത്ത ഡിഫറൻസ് എന്താണ്? ഇത് നടക്കുന്ന ടൈമിംഗ്. ശരിക്കും മെയിൽസിൽ പ്യൂബർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സ് ഫീമെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീമെയിൽ ചൈൽഡ് ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്. ഈ എംബ്രിയോണിക് സ്റ്റേജിൽ വെച്ചാണ് ശരിക്കും ഊഗോണിയ മൈറ്റോസിസ് നടന്ന പ്രൈമറി oocyte ഉണ്ടാക്കുന്നതും. ബട്ട് ദിസ് സ്റ്റാർട്ട് വിത്ത് മിയോസിസ് ബട്ട് ഗെറ്റ്സ് അറസ്റ്റഡ്. മിയോസിസ് 1 ഇത് പ്രോഫേസ് 1 അറസ്റ്റഡ് ആവുന്നു. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് ലൈക്ക് ദാറ്റ് ഓവർ ദെയർ. അത് പിന്നെ ഫോളിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ആൻഡ് ദെൻ ആഫ്റ്റർ പ്യൂബർട്ടി ആണ് ഈ മിയോസിസ് 1 പ്രൈമറി oocyte കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി oocyte ആയിട്ട് മാറുന്നത്. ആൻഡ് ദിസ് സെക്കൻഡറി oocyte പിന്നെ എപ്പോഴാണ് ഓവമാവുന്നത്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മിയോസിസ് 2, പക്ഷെ അവിടെയും ഒരു അറസ്റ്റിംഗ് ഉണ്ട്. ഇറ്റ് ഗെറ്റ്സ് അറസ്റ്റഡ് ഇൻ മെറ്റാഫേസ് 2 ആൻഡ് ഇറ്റ് വിൽ ഓൺലി കംപ്ലീറ്റഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പെർം. അപ്പോൾ പ്രോസസ്സ് കണ്ടിന്യൂസ് അല്ല. രണ്ടാമത് ഇത് നടക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസിലും ഡിഫറെൻറ്റ് ടൈമിങ്ങിലുമാണ്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന നമ്മുടെ ഈ ഊജെനിസിസ് എന്ന പാർട്ടിൽ നടക്കുന്ന ഫോളിക്കുലാർ ചേഞ്ചുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു, നമ്മുടെ ഓവറി എന്ന് പറയുന്നത് ശരിക്കും ഒരു കുട്ടി ഒരു ഫീമെയിൽ ചൈൽഡ് ജനിച്ചിരിക്കുന്ന സമയത്ത് അതിനുള്ളിൽ നമ്മൾ കാണുക പ്രൈമറി oocyteകളെ ആയിരിക്കും, വിച്ച് ഈസ് ഗെറ്റിംഗ് അറസ്റ്റഡ് ഇൻ മിയോസിസ് 1. എന്നാൽ ഈ പ്രൈമറി oocyteകളുടെ ചുറ്റുമായി ഗ്രാനുലോസ സെൽസ് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു. So initially it will form primary follicle, then it will form secondary follicle, and then it gets settled over there. ആ സമയത്താണ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുക. ആൻഡ് സ്ലോലി അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി എന്ത് സംഭവിക്കും? ദിസ് പ്രൈമറി ഫോളിക്കിൾ ടേൺസ് ഇൻ ടു സെക്കൻഡറി ഫോളിക്കിൾ ആൻഡ് ദ സെക്കൻഡറി ഫോളിക്കിൾ ടേൺ ഇൻ ടു ടെർഷ്യറി ഫോളിക്കിൾ. ഇവിടെ ടെർഷ്യറി ഫോളിക്കിളിൽ ആൻട്രം എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ഉണ്ട്. ആൻഡ് ഇൻസൈഡ് ദ ടെർഷ്യറി ഫോളിക്കിൾ ആക്ച്വലി ഇതുവരെ നമ്മൾ കണ്ട പ്രൈമറി oocyte ഇവിടെ എത്തുമ്പോഴേക്കും സെക്കൻഡറി oocyte ആയിട്ട് മാറും അല്ലേ? മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സെക്കൻഡറി oocyteനെ വെച്ചുകൊണ്ട് ഈ ടെർഷ്യറി ഫോളിക്കിൾ പിന്നെയും ഗ്രോ ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആവുന്നു. ആൻഡ് ദിസ് ഗ്രാഫിയൻ ഫോളിക്കിൾ വിൽ ഓവുലേറ്റ് യുവർ സെക്കൻഡറി oocyte. അപ്പോൾ ഓവുലേഷനിൽ ശരിക്കും വെളിയിലേക്ക് വരുന്നത് ഓവമാണോ? അല്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ഇജക്റ്റ് ഔട്ട് ദി സെക്കൻഡറി oocyte.
ഇനി സെക്കൻഡറി oocyte ഓവുലേഷൻ നടന്ന് പോയ ശേഷം ഉള്ള റെസ്റ്റ് ഓഫ് ദി ഗ്രാനുലോസ സെൽസ് ഫ്രോം കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഈ സ്ട്രക്ചർ ആണ് പ്രൊജസ്ട്രോണിനെ ഹൈ എമൗണ്ടിൽ സെക്രീറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ. സോ ഇഫ് യു സീ ദിസ് ഫോളിക്കുലർ ഗ്രോത്ത് പ്രൈമറി ടു സെക്കൻഡറി ഹാപ്പൻസ് അപ് ടു ദ ടൈം ഓഫ് പ്യൂബർട്ടി, ഫ്രം സെക്കൻഡറി ടു ടെർഷ്യറി, ടെർഷ്യറി ടു ഗ്രാഫിയൻ, ഗ്രാഫിയൻ ടു കോർപ്പസ് ലൂട്ടിയം, ഓൾ ഹാപ്പൻസ് only after attaining puberty. ആൻഡ് ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോളിക്കുലർ സെൽസ് വിച്ച് ഇസ് പ്രസന്റ് ഓൺ ദ കോർട്ടെക്സ് റീജിയൻ ഓഫ് യുവർ ഓവറി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോർമോൺ പ്രൊഡക്ഷൻ. ആദ്യത്തെ ഇനിഷ്യൽ ഫോളിക്കിൾ ഫ്രം പ്രൈമറി ഫോളിക്കിൾ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. എന്നാൽ കോർപ്പസ് ലൂട്ടിയം ഹൈ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക പ്രൊജസ്ട്രോൺ ആണ്, ബട്ട് ഇറ്റ് ഓൾസോ വിൽ പ്രൊഡ്യൂസ് ഈസ്ട്രജൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, oogenesis ആൻഡ് ദ ഫോളിക്കുലർ ചേഞ്ചസ്. ഇനി ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്നതാണ് ഹൗ ഡു ദ ഫീമെയിൽ മെൻസ്റ്റുറേറ്റ് ആൻഡ് വാട്ട് ഈസ് എ മെൻസ്ട്രൽ സൈക്കിൾ. 28 ഡേയിൽ നടക്കുന്ന ഒരു സൈക്ലിക് ഈവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻസ് ഓൺ ദ എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് ആസ് വെൽ ആസ് ഓൺ ദ ഓവറി വിത്ത് ഹോർമോണൽ ചേഞ്ചസ് ടുഗദർ ഇസ് കോൾഡ് എസ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിന്റെ സ്റ്റാർട്ടിനെ മെനാർക്ക് എന്നും മെൻസ്ട്രൽ സൈക്കിളിന്റെ എൻഡ് വിച്ച് ഹാപ്പൻസ് അറൌണ്ട് 45 to 50 ഏജ് അതിനെ നമ്മൾ മെനോപോസ് എന്നും പറയാറുണ്ട്. ആൻഡ് ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ആദ്യം തന്നെ നമ്മൾ നോക്കുക, ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 0 to 28 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ചേഞ്ച് ഞാൻ ഓവറിയിൽ ഉണ്ടാവുന്ന ചേഞ്ചുകളെയാണ് പറയാം. നമുക്കറിയാം കൃത്യം ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 28 ഡേയ്സിലെ 14th ഡേ ഓൺ ദ മിഡ് ഓഫ് ദ സൈക്കിളാണ് ഓവുലേഷൻ സംഭവിക്കുക. ഓവുലേഷൻ സംഭവിക്കുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഷുവറായിട്ടും ഇത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് ആൻഡ് ദിസ് ഈസ് ഓവുലേഷൻ. സോ വാട്ട് ഹാപ്പൻസ് ബിഫോർ ഇറ്റ്? സിമ്പിളായി നിങ്ങൾ ഊഹിച്ച പോലെ തന്നെ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ഇൻറ്റു സെക്കൻഡറി ഫോളിക്കിൾ വിച്ച് ഡെവലപ്പ് ഇൻറ്റു ടെർഷ്യറി ഫോളിക്കിൾ വിച്ച് ഡെവലപ്പ് ഇൻറ്റു ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് ഓവുലേഷൻ ഹാപ്പൻസ് ഓൺ ദി 14th ഡേ. സോ ആഫ്റ്റർ ഓവുലേഷൻ എന്താണ് പിന്നെ നമുക്കുള്ളത്? പിന്നെ നമുക്കുള്ളത് കോർപ്പസ് ലൂട്ടിയമാണ്. ഈ സ്ട്രക്ചർ പ്രഗ്നൻസി ഉണ്ടാകുമോ കുട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ എൻഡോമെട്രിയൽ ചേഞ്ചസും വരുത്തി അവിടെ ഇങ്ങനെ കുറേ ദിവസം വെയിറ്റ് ചെയ്യും. ഇഫ് നോ ഫെർട്ടിലൈസേഷൻ ഈസ് ഹാപ്പനിങ്, അങ്ങനെയാണെങ്കിൽ മാത്രം ഇത് ഓൺ ദി 27th ഡേ ഇതിൻ്റെ സൈസ് റിഗ്രസ് ചെയ്ത് ചെറുതായി ഇത് കോർപ്പസ് ആൽബിക്കൻസ് ആയി മാറും. ഈ സമയത്തുള്ള ഹോർമോണൽ ചേഞ്ചസ് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യമേ അറിയാവുന്ന കാര്യമാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ് ഈ ചേഞ്ചസിന് എല്ലാം കാരണം. ഇവിടെ നമുക്ക് 2 പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഉണ്ട്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലുറ്റാൻസിങ് ഹോർമോൺ. ഇതിലെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് ശരിക്കും ഓരോ സ്റ്റേജിലും ഫോളിക്യൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുക. സോ ഇറ്റ് ഓൾമോസ്റ്റ് റിമൈൻസ് എന്താണ്, ഒരു ടെമ്പററി ലൈനായി തന്നെ റിമൈൻ ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ്. വേറാസ് LH എന്ന് പറയുന്ന ഹോർമോൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ സർജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക, ഓവുലേഷൻ സംഭവിക്കുക. സോ ഓൺ ദ മിഡ് ഓഫ് ദ സൈക്കിൾ യു വിൽ സീ ആൻ LH സർജ്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ സീ ദാറ്റ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ചെറുതായിട്ടൊന്ന് കൂടുന്നുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ പിറ്റ്യൂട്ടറി ഹോർമോൺ പാർട്ട്. ഇനി നമുക്കറിയാം ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, പക്ഷേ ഇതല്ല, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. സോ യു ക്യാൻ സീ ഈസ്ട്രോജൻ്റെ അളവ് ആദ്യം കൂടി ഫോളിക്കിളിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് കൂടി വരുന്നു. ബട്ട് ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ എന്ത് ചെയ്യുന്നു, അതൊന്ന് ഡിപ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ ആഫ്റ്റർ ഓവുലേഷൻ പിന്നെയും കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഈസ്ട്രോജൻ്റെ അളവ് കൂടുന്നു. പക്ഷേ വൺസ് ഇറ്റ് ഈസ് റിഗ്രസിങ് എഗെയിൻ ഈസ്ട്രോജൻ്റെ അളവ് കുറയും. ആൻഡ് വാട്ട് അബൌട്ട് പ്രൊജസ്ട്രോൺ? പ്രൊജസ്ട്രോൺ ആകെ ഉണ്ടാക്കുന്ന ആൾ കോർപ്പസ് ലൂട്ടിയമാണ് ആൻഡ് ഇൻ ഹൈ എമൗണ്ട്. സോ അതുവരെയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറവായിരിക്കും. എന്നാൽ ജസ്റ്റ് വെൻ ദ കോർപ്പസ് ലൂട്ടിയം ഈസ് ഫോംഡ് ദ പ്രൊജസ്ട്രോൺ ലെവൽ ഇൻക്രീസസ് വെരി ഹൈ. ബട്ട് ഒരു 23rd ഡേയിലൊക്കെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നമുക്ക് പ്രൊജസ്ട്രോണെ കാണാൻ പറ്റും. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് റിഗ്രസസ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് വെൻ ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ടു എ കോർപ്പസ് ആൽബിക്കൻസ്. ആൻഡ് വാട്ട് ഈസ് ദ ചേഞ്ചസ് ഇൻ ദ എൻഡോമെട്രിയം? അപ്പോൾ നമുക്കറിയാം എൻഡോമെട്രിയം ചേഞ്ചസിനെ പഠിക്കാൻ ഏറ്റവും എളുപ്പം 28th ഡേ തൊട്ട് ആലോചിക്കുന്നതാണ്. 28th ഡേയിൽ ഹോർമോൺസ് എല്ലാം തന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺസും നമ്മുടെ ഒവേറിയൻ ഹോർമോൺസും കുറയുന്ന സമയത്ത് എൻഡോമെട്രിയം കൊളാപ്സ് ആയി ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, വിച്ച് വിൽ എക്സ്റ്റെൻഡ് അപ് ടു ദ ഫസ്റ്റ് 3 days. അതിനുശേഷം എൻഡോമെട്രിയം പിന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈസ്ട്രോജൻ ഹോർമോൺ ആണ്. ആൻഡ് ദിസ് ഇസ് ദ പ്രോളിഫറേറ്റീവ് ഫേസ് വെർ ഇറ്റ് ഇസ് ഗ്രോയിങ്.
ബട്ട് വൺസ് ഇറ്റ് അറ്റൈൻ എ പർട്ടിക്കുലർ സൈസ് അറ്റൈൻ ചെയ്ത ശേഷം പിന്നെ ഇവിടെ സെക്രീഷൻസും ബ്ലഡ് വെസൽസുമാണ് കൂടുന്നത്. ആൻഡ് ദിസ് ഇസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൊജസ്ട്രോൺ വിച്ച് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എൻഡോമെട്രിയം സോ ദാറ്റ് ഇംപ്ലാന്റേഷൻ ഹാപ്പൻ. ആൻഡ് ഈ ഒരു സ്റ്റേജിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ സ്റ്റേജിൻ്റെ പേരാണ് സെക്രീറ്ററി ഫേസ്. So this is all about your menstrual cycle. So you can start with the ovarian changes. 28 ദിവസത്തിൽ എന്തെല്ലാം ovarian changes ഉണ്ടാവുന്നു, പിറ്റ്യൂട്ടറിയിൽ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഒവേറിയൻ ഹോർമോൺസിന് എന്തെല്ലാം ചേഞ്ചസ് ആണ്, ആൻഡ് ഫൈനലി വാട്ട് ഈസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദി എൻഡോമെട്രിയം. സോ മെൻസ്ട്രൽ സൈക്കിളും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഫെർട്ടിലൈസേഷൻ പാർട്ടിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ഓവവും ഉണ്ടായി, ഒരു സ്പേമും ഉണ്ടായി, oogenesis സ്പെമാറ്റോജെനസിസും പഠിച്ചു. ആൻഡ് ലെറ്റ്സ് സീ 14th ഡേയിൽ ഓവുലേഷൻ സംഭവിച്ചു. ഓവം ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുലയിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് സ്പേം റീച്ച് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്. നമുക്കറിയാം 200 to 300 മില്യൺ സ്പേംസ് ആണ് വജൈന വഴി എൻട്രി ചെയ്യുക. ഔട്ട് ഓഫ് വിച്ച് മെനി ഗെറ്റ് കിൽഡ് ഓൺ ദ വേ വെൻ ദേ ആർ കമ്മിങ് അപ്പ്. പക്ഷേ എങ്കിലും സംതിങ് അറൗണ്ട് 100 സ്പേം എന്ത് ചെയ്യും, ഈ ഓവത്തിന് അടുത്തെത്താൻ വേണ്ടി റേസ് ചെയ്യും. ആൻഡ് റേസിൽ ആരാണോ ആദ്യം ഓവത്തിനെ തൊടുന്നത് അയാളാണ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഇൻഷ്യൂർ മോണോസ്പേമി എന്ന് പറഞ്ഞാൽ ആദ്യം തൊടുന്ന സ്പേം മാത്രമേ ആ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുള്ളൂ. അതിൻ്റെ പിന്നാലെ വരുന്ന ഒറ്റ സ്പേമിനും ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. സോ ഹൗ ഈസ് ദിസ് പോസിബിൾ? അതിനുവേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ സെക്കൻഡറി യൂസൈറ്റിൻ്റെ സ്ട്രക്ചറാണ്. ബേസിക്കലി സെക്കൻഡറി യൂസൈറ്റ് എന്ന് പറയുന്ന സെല്ലിന് ചുറ്റുമായി പെരിവിറ്റാലിൻ എന്ന് പറയുന്ന ഒരു സ്പേസ് കാണാൻ പറ്റും. അതിനും ചുറ്റായി നമ്മൾ കാണുന്നത് സോണ പെലൂസിഡ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ ആണ്. ആൻഡ് ഔട്ട് ഓഫ് അറൗണ്ട് ഇറ്റ് നമ്മൾ ഗ്രാനുലോസ സെൽസിനെ കാണും. ഇതിനെ കൊറോണ റേഡിയേറ്റ എന്ന് വിളിക്കും. ഓക്കെ, സോ വിച്ച് ആർ ദ ലെയേഴ്സ്? കൊറോണ റേഡിയേറ്റ ഔട്ടർ മോസ്റ്റ്, സോണ പെലൂസിഡ, പെരിവിറ്റാലിൻ സ്പേസ് ആൻഡ് യുവർ സെക്കൻഡറി യൂസൈറ്റ്. ഇതിലേക്ക് സ്പേം ആദ്യം വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്പേമിൻ്റെ അക്രോസോമൽ ഹെഡിൽ നിന്നും ലൈസിൻ എന്ന് പറയുന്ന എൻസൈം വരികയും ഇതെന്ത് ചെയ്യും, നമ്മുടെ കൊറോണ റേഡിയേറ്റ സെൽസിനിടയ്ക്കുള്ള ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസിനെ എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് പതുക്കെ എന്ത് ചെയ്യും, അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യും. അകത്തേക്ക് ഇതിങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് വരുമ്പോൾ രണ്ടാമത് ഇത് ക്രോസ് ചെയ്യുന്നത് നമ്മുടെ സോണ പെലൂസിഡ ലെയറിനെയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, സോണ പെലൂസിഡ ലെയർ ഹാവ് മെനി റിസെപ്റ്റേഴ്സ് വിച്ച് ക്യാൻ ബൈൻഡ് ടു ദ സ്പേം. ആൻഡ് ഫൈനലി ഇത് പെരിവിറ്റാലിൻ സ്പേസ് വഴി ഊസൈറ്റിൻ്റെ മെംബ്രെയിനിൽ ടച്ച് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഊസൈറ്റിൻ്റെ മെംബ്രെയിന് തൊട്ട് താഴെയായി ഒരുപാട് കോർട്ടിക്കൽ വാക്യൂൾസിനെ കാണാം. ഇതിനകത്ത് ഗ്രാന്യൂൾസ് ഉണ്ട്. സോ വെൻ ദ സ്പേം ടച്ചസ് ദ മെംബ്രെയിൻ, ഇമീഡിയറ്റ്ലി ഈ വാക്യൂൾസ് എല്ലാം പൊട്ടി ഗ്രാന്യൂൾസിനെ ഔട്ട്സൈഡിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യും. ഈ ഗ്രാന്യൂൾസ് എന്ത് ചെയ്യുന്ന അറിയാവോ, ഇത് പെരിവിറ്റാലിൻ സ്പേസ് വഴി സോണ പെലൂസിഡയിലെത്തി അവിടെ മറ്റ് സ്പേമുകൾ ഇനി വരുന്നതിന് തടയണ്ടേ, അതിനുവേണ്ടി ഈ സോണ പെലൂസിഡയുടെ കെമിക്കൽ കോമ്പോസിഷനെ ചേഞ്ച് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന സ്പേം റിസെപ്റ്റേഴ്സിനെ കംപ്ലീറ്റ് ആയി ബ്ലോക്ക് ചെയ്യും. സോ ദാറ്റ് വൺസ് എ സ്പേം ടച്ച് ദ oocyte, നോ അതർ സ്പേം ക്യാൻ എൻറ്റർ ഇൻസൈഡ് ദാറ്റ് പെർട്ടിക്കുലർ സെക്കൻഡറി oocyte. ഈ സെയിം ടൈമിൽ തന്നെ ഈ കേറിയ സ്പേം എന്ത് ചെയ്യും, കേറിയ സ്പേമിനെ കംപ്ലീറ്റ് ആയി ശരിക്കും oocyte എൻഗൾഫ് ചെയ്യുന്നു. അവിടെ വെച്ച് പ്രോക്സിമൽ സെൻട്രിയോളിനെ, സ്പേം നെക്ക് പോർഷനിലുള്ള പ്രോക്സിമൽ സെൻട്രിയോളിനെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആർക്ക് കൊടുക്കും, നമ്മളുടെ സെക്കൻഡറി യൂസൈറ്റിന് കൊടുക്കും. അങ്ങനെ അത് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് ഓവമായി മാറും. ഈ ഓവവും സ്പേമും തമ്മിൽ സൈറ്റോപ്ലാസം മിക്സ് ചെയ്യുന്നു, സൈറ്റോഗമി, ന്യൂക്ലിയസ് മിക്സ് ചെയ്യുന്നു, കാരിയോഗമി, ആൻഡ് ഫൈനലി അവരുടെ ക്രോമസോംസ് അറേഞ്ച് ചെയ്യുന്നു, ആംഫിമിക്സിസ്. ആൻഡ് യു നോ ദാറ്റ് മെയിൽ ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് എ ഹ്യൂമൻ ചൈൽഡ്. എങ്ങനെയാണ്? കാരണം 50% ഓഫ് ദ മെയിൽസ് വിൽ ബി ഹാവിങ് എ സ്പേം ദാറ്റ് ഹാവ് എക്സ് ക്രോമസോം ആൻഡ് 50% വിൽ ബി ക്യാരി Y ക്രോമസോം. ഇതിൽ ഏതാണോ ഓവത്തിനെ ടച്ച് ചെയ്യുന്നത്, ഇഫ് ഇറ്റ് ഈസ് എക്സ് ദെൻ യു ഗെറ്റ് XX ഫീമെയിൽ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് Y യു ഗെറ്റ് XY മെയിൽ, ബിക്കോസ് ഫീമെയിൽസ് ക്യാൻ ഓൺലി പ്രൊഡ്യൂസ് എക്സ് ക്രോമസോം ആൻഡ് ഇറ്റ് ഈസ് ഓൺലി പ്രസൻറ്റ് ഇൻ ദി ഓവം. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷൻ മനസ്സിലാക്കി. ഇനി നമുക്കുള്ളത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നമുക്കുണ്ടായതാണ് സൈഗോട്ട് അല്ലേ. സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തത് സൈഗോട്ടാണ്. ഇനി ഈ സൈഗോട്ട് സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യും, വിച്ച് ഇസ് ആക്ച്വലി കോൾഡ് എസ് ക്ലീവേജ്. കാരണം ഇത് മൈറ്റോട്ടിക് ഡിവിഷനിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള
കുറച്ച് നമുക്ക് പറയാം ഒരു ഇക്വേഷണൽ ഡിവിഷനായ മൈറ്റോസിസിൽ നിന്നും ഡിഫറെൻ്റ് ആയി ന്യൂക്ലിയസിൻ്റെ സൈസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന, സൈസ് ഓഫ് ദ സെൽസ് ചെറുതായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഓൾമോസ്റ്റ് സൈഗോട്ടിൻ്റെ സൈസിൽ തന്നെ ഇരിക്കുന്ന, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതേ സൈസിൽ തന്നെയാണ് അത് 2 സെൽ 4 സെൽ ആവുമ്പോൾ ആ സൈസ് എന്ത് ചെയ്യുന്നു, സെല്ലുകളുടെ സൈസ് കമ്പാരിറ്റീവ്ലി കുറയുന്നു, കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് കൂടുന്ന ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നു, വിച്ച് ഇസ് കോൾഡ് എസ് ക്ലീവേജ്. ഇങ്ങനെ ക്ലീവേജ് കഴിയുമ്പോൾ 1 സെൽ ആയിരുന്ന സൈഗോട്ട് 2 സെൽ ആവുന്നു, 4 സെൽ ആവുന്നു, 8 സെൽ ആവുന്നു, ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ റാൻഡം ഫോം, ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് എ മോറുല. മൾബറി ഷേപ്പിലിരിക്കുന്നു, ദേ ഇങ്ങനെ സെൽസ് ക്ലീവ്ഡ് ആയിട്ടിരിക്കുന്നു. ആൻഡ് ദിസ് മോറുല എഗെയിൻ അണ്ടർഗോ ഡിഫറൻസിയേഷൻ. ഇവിടെ വെച്ച് ഇത് എന്ത് ചെയ്യുകയാണ്, 2 ലെയേഴ്സ് പോവുകയാണ്. ഇറ്റ് ഫോംസ് ആൻ ഔട്ടർ ലെയർ കോൾഡ് ആസ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ആൻ ഇന്നർ ലെയർ കോൾഡ് ആസ് ഇന്നർ സെൽ മാസ്. ഈ സ്റ്റേജിലേക്കും ഇത് ഏതാണ്ട് യൂട്രസിൻ്റെ പാർട്ടിലേക്ക് എത്തിയിരിക്കും. ആൻഡ് നൗ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രോഫോബ്ലാസ്റ്റ് എന്ത് സംഭവിക്കും, ദിസ് ഹോൾ thing which is called as a blastocyst which enters into the endometrial wall. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. സോ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ നമുക്ക് എന്ത് സംഭവിക്കും, ദിസ് ഇന്നർ സെൽ മാസ് സ്ലോലി ഡിവൈഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഫോം ദി എംബ്രിയോ. അപ്പം നമുക്ക് നോക്കാം, ഈ സമയത്ത് നമുക്കറിയാവുന്ന ഒരു വേർഡാണ് പ്ലാസെൻ്റ അല്ലേ. ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമുള്ള നറിഷ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത് പ്ലാസെൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്, to which the baby is connected through umbilical cord. എന്നാൽ എന്താണ് പ്ലാസെൻ്റ? ആക്ച്വലി പ്ലാസെൻ്റ ഈസ് എ ഓർഗൻ ലൈക്ക് സ്ട്രക്ചർ, എ സ്ട്രക്ചറൽ ഓർഗൻ, ഒരു ടെമ്പററി ഓർഗൻ ലൈക്ക് സ്ട്രക്ചർ ആണ്, ഒരു ടെമ്പററി എൻഡോക്രൈൻ സിസ്റ്റം ആണ്, വിച്ച് ഈസ് ഫോംഡ് ബൈ എംബ്രിയോ ആൻഡ് ദി മദർ. മദറിൻ്റെ യൂട്രസിൻ്റെ വാളിലേക്ക്, എൻഡോമെട്രിയൽ വാളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നും ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് കയറുന്നു. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ കൊറിയോണിക് വില്ലേ എന്ന് പറയും. അങ്ങനെ ഈ കൊറിയോണിക് വില്ലയും അത് കയറിപ്പോയ എൻഡോമെട്രിയം ഓഫ് ദ ഫീമെയിൽ ബോഡിയും തമ്മിൽ ഉണ്ടായ ഒരു സ്പെഷ്യലൈസ്ഡ് എൻഡോക്രൈൻ സ്ട്രക്ചറാണ് പ്ലാസെൻ്റ. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദ ബേബി. കാരണം കുട്ടിക്ക് ആവശ്യമുള്ള മദറിൻ്റെ ബ്ലഡിൽ നിന്ന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് പാസ് ചെയ്യുന്നതും ഓക്സിജൻ പാസ് ചെയ്യുന്നതും തിരിച്ച് എക്സ്ക്രീറ്ററി വേസ്റ്റും ഫീറ്റസിൽ നിന്നും മദർ ബ്ലഡിലേക്ക് മൂവ് ചെയ്യുന്നതും ഈ പ്ലാസെൻ്റ എന്ന് പറയുന്ന ടെമ്പററി ഓർഗൻ വഴിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പ്ലാസെൻ്റൽ ഹോർമോൺസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി. അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോഫിൻ. ഈ ഹോർമോണിനെയാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഹോർമോൺ. ആൻഡ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്? ഇതിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓവറിയിലുള്ള കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുവഴി ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിൻ്റെ എമൗണ്ടിനെ ബാലൻസ് ചെയ്യുകയുമാണ്. സോ ദാറ്റ് യുവർ എൻഡോമെട്രിയം ഈസ് സ്റ്റേബിൾ. പിന്നെയുള്ള അടുത്ത ഹോർമോണാണ് ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാമറി ഗ്ലാൻഡ്. പിന്നെ നമുക്ക് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അബണ്ടൻ്റ് ആയി പ്ലാസെൻ്റ പ്രൊഡ്യൂസ് ചെയ്യും. ഓൾസോ ടുവേർഡ്സ് ദ ലാസ്റ്റ് മന്ത്, ഏതാണ്ട് ഒരു 7th മന്ത് എടുക്കുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് റിലാക്സിൻ ഹോർമോൺ വിച്ച് ഇസ് ഹെൽപ്പിംഗ് ഫോർ ദി റിലാക്സേഷൻ ഓഫ് ദ പെൽവിക് ബോൺ. പെൽവിക് ബോണിൻ്റെ അവിടെ നമുക്കറിയാം പ്യൂബിക് സിംഫൈസസ് എന്ന് പറയുന്ന ഒരു കാർട്ടിലേജിയസ് ജോയിൻ്റ് ഉണ്ട് അല്ലേ. ഇതിനെ ഒന്ന് റിലാക്സ് ചെയ്ത് ശരിക്കും പെൽവിക് ഫ്ലോറിനെ പാർച്ചുറേഷൻ അല്ലെങ്കിൽ ബേബി ബർത്തിന് വേണ്ടി അഡാപ്റ്റ് ചെയ്യുകയാണ് റിലാക്സിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് ദിസ് ഈസ് എ ഹോർമോൺ that is not directly produced from the placenta, it is produced from the corpus luteum of ovary of a female. So that's it about placenta. And finally ഇങ്ങനെ പ്ലാസെൻ്റയുടെയും ഹെൽപ്പോട് കൂടി നമ്മുടെ ഫീറ്റസ് എന്ത് ചെയ്യുന്നു, പല സ്റ്റേജസ് ആയി ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് മന്തിൽ തന്നെ നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഡിറ്റക്ട് ചെയ്യാം. 2nd മന്ത് ആകുമ്പോഴേക്കും ലിംസും ഡിജിറ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യും. 12th മന്തിലേക്കും മേജർ ഓർഗൻസ് എല്ലാം ഫോം ചെയ്തിരിക്കും. ദാറ്റ് ഇസ് 3rd മന്ത്, ഫസ്റ്റ് ട്രൈമസ്റ്റർ. അത് കഴിഞ്ഞ് 5ാം മാസം ആകുമ്പോഴാണ് കുട്ടി സൈസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അത് പതുക്കെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് 24th വീക്ക് അല്ലെങ്കിൽ 6th മന്ത് ആകുമ്പോഴേക്കും കുട്ടിയുടെ ബോഡിയിലൊക്കെ ഫൈൻ ഹെയർ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ ഐലാഷസ് ഉണ്ടാവുന്ന കാണുന്നു, ഐലിഡ് സെപ്പറേറ്റ് ചെയ്യുന്നത് കാണുന്നു. ആൻഡ് ഓൺ ദ 9th മന്ത് we know that the fetus is completely developed and is ready to get delivered. ആൻഡ് കുട്ടിയുടെ ഡെലിവറി ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ പറയാം കുട്ടി തന്നെയാണത് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദാറ്റ് അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ വിച്ച് ഈസ് ദ ബർത്ത് ഓഫ് ദ ബേബി, ആദ്യം തന്നെ ഫുള്ളി ഡെവലപ്ഡ് ബേബി
ബിക്കോസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ടൈറ്റ് പ്ലേസ് അല്ലേ. അതിൻ്റെ ബോഡിയിൽ അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നും കോർട്ടിക്കൽ സർജ് ഉണ്ടാകുന്നു. ഈ കോർട്ടെക്സ് എന്ത് ചെയ്യുന്നു, വിച്ച് ഇസ് എ സ്ട്രെസ് ഹോർമോൺ, ഇറ്റ് ഗോസ് ത്രൂ ദി ഉംബലിക്കൽ കോഡ് ഇൻ ടു ദ റീച്ചസ് ദ പ്ലാസൻറ്റ. ഇവിടെ പ്ലാസൻറ്റയിൽ ഇതെത്തുമ്പോഴേക്കും കോർട്ടിസോൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ സെക്രീഷനെ പ്ലാസൻറ്റയിൽ നിന്ന് കുറയ്ക്കും, which will cause a mild myometrial contraction onto the walls of uterus. അങ്ങനെ അമ്മയുടെ യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടി കൊടുക്കുന്ന ഈ ഒരു ഇനിഷ്യൽ കോൺട്രാക്ഷനെയാണ് നമ്മൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുക. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് വഴി ഈ ഒരു മൈൽഡ് കോൺട്രാക്ഷനെ സെൻസറി ന്യൂറോൺസ് നേരെ അമ്മയുടെ എവിടത്തേക്ക് എത്തിക്കും, ഹൈപ്പോതലാമസിലേക്ക് എത്തിക്കും, ബ്രെയിനിലേക്ക് എത്തിക്കും. അവിടെ ഹൈപ്പോതലാമസിൽ നിന്നും ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുന്നു, വിച്ച് ഹെൽപ്സ് ഇൻ ഫർദർ കോൺട്രാക്ഷൻ ഓഫ് ദ യൂട്രൈൻ വാൾ. ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. ഓവർ എവറി കോൺട്രാക്ഷൻ മോർ ആൻഡ് മോർ ഓക്സിറ്റോക്സിൻ ഈസ് റിലീസ് അൺടിൽ ദ ബേബി ഈസ് ഡെലിവേർഡ് ഔട്ട്. ആൻഡ് യു നോ, ആഫ്റ്റർ ദ ബേബി ഈസ് ഡെലിവേർഡ്, അമ്മ എന്ത് ചെയ്യും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാമറി ഗ്ലാൻഡ് ഷീ ഹെൽപ്സ് ഇൻ ഫീഡിങ് ദ ബേബി. ഫസ്റ്റ് ബേബിയുടെ കിട്ടുന്ന മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്, വിച്ച് ഇസ് റിച്ച് ഇൻ ആൻറ്റിബോഡി IgA. ആൻഡ് ദ മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ ഇൻ ദ ഫീമെയിൽ ഈസ് പ്രൊലാക്റ്റിൻ ആൻഡ് ദ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ ഈസ് ഓക്സിറ്റോക്സിൻ. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി മറ്റൊരു ചാപ്റ്ററിൻ്റെ ഈ ഷോർട്ട് ക്യുക്ക് റിവിഷനുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.